السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال: ثلاثة لا يرد الله دعاءهم الذاكر الله كثيرا والمظلوم وإمام المقتص. رواه البيهقي. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ശുഅബുൽ ഈമാനിൽ രേഖപ്പെടുത്തിയ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്ന 3 ആളുകളാണ് ഈ ഹദീസിലുള്ളത്. ഈ 3 തരം ആളുകളുടെയും സവിശേഷത സലാസത്തുൻ, 3 തരം ആളുകളും ലാ യറദ്ദുല്ലാഹു, അല്ലാഹു തട്ടുകയില്ല, മടക്കുകയില്ല, ദുആഅഹും, അവരുടെ ദുആകളെ. ഒന്ന് അസ്സാകിറുല്ലാഹ കസീറൻ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾ. പരിശുദ്ധ ഖുർആനിലെ 33-ാമത്തെ സൂറത്തു അഹ്സാബിലെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്സാകിരീനല്ലാഹ കസീറൻ വസ്സാകിറാത്ത്, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകൾ അവരവരുടെ നാവിന്റെ തുമ്പത്ത് ദിക്റുകൾ മാത്രമേ ഉള്ളൂ, അവരുടെ തലച്ചോറിനകത്ത് ഫിക്റുകൾ മാത്രമേ ഉള്ളൂ. പടച്ചോൻ എന്നുള്ളതിൽ ആ ഹലാവത്തിൽ ഇങ്ങനെ മുങ്ങി കുളിച്ച ചില ആളുകളാണ് അസ്സാകിരീനല്ലാഹ, അതിൽ പുരുഷന്മാർ പെടും. കസീറൻ, ധാരാളമായി ഓർക്കുന്ന ആളുകൾ. വസ്സാകിറാത്തു, സ്ത്രീകളും ഉൾപ്പെടും. അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർ ഈ നാവുകൊണ്ട് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? ഈ ദിക്റിലും ഫിക്റിലുമായി കൂടാനുള്ള കാരണം എന്താ അറിയോ? അള്ളാഹു അവർക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ത്? മഗ്ഫിറത്തൻ, പാപമോചനം. അള്ളാഹിനെ കണ്ടുമുട്ടുമ്പോ ഒരു പുള്ളി പോലും കറുത്ത അധ്യായത്തിന്റെ പോയിന്റുകൾ അവശേഷിക്കാത്ത വിധം സംശുദ്ധമായി തീരാൻ അവരുടെ നാവിന്റെ ഈ ചലനവും ഉമിനീരിന്റെ ആ ഒരു ചേരലും ഒരുമിച്ച് ചേരുന്ന ഫിക്ർ കൊണ്ടും ദിക്ർ കൊണ്ടും സാധ്യമാകുമെന്ന് അള്ളാഹു പഠിപ്പിക്കുക. വഅജ്റൻ അദീമ, മഹത്തായ പ്രതിഫലവും അവർക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കുന്ന നനവുള്ള നാവിന്റെ ഉടമയായ ഒരാൾ ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ ദുആ തട്ടിക്കളയുകയില്ല. സഹോദരങ്ങളെ, ഇതിനൊക്കെ ഉൾപ്പെടാൻ നമുക്ക് കഴിയും. നമ്മുടെ ദുആക്ക് 1% പോലും ഇജാബത്ത് കിട്ടാതെ ദുനിയാവിന് കണ്ടടക്കാൻ കഴിയാത്ത രൂപത്തിൽ നമുക്ക് അള്ളാഹുമായിട്ട് അടുക്കാൻ കഴിഞ്ഞാൽ അള്ളാഹുവിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത് പറഞ്ഞു വൽ മദ്ലൂം, ആക്രമിക്കപ്പെടുന്നവരെന്നാണ്. വ്യക്തിപരമായി, കുടുംബപരമായി, സാമൂഹികമായി, മാനസികമായി ഒക്കെ ശാരീരികമായി പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കും ഇരയാകുന്നതിനേക്കാൾ കഷ്ടപ്പെടുന്ന ആളുകൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ചുറ്റുഭാഗത്തുണ്ടാവും, അറിയില്ലെന്ന് മാത്രം. അവരുടെ മനസ്സിന്റെ അവസ്ഥ ഉണ്ടല്ലോ, ഒരു തുള്ളി കണ്ണീര് മതി എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എങ്ങനെ മക്കൾ മുഴുവൻ നശിച്ചു പോകാൻ, മാതാപിതാക്കളുടെ കണ്ണിന്റെ കോൺ ഏത് കാരണത്താലായിരുന്നാലും പടച്ചോനെ എന്റെ മക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് തേങ്ങലുണ്ടായാൽ ആ തേങ്ങലിന് വില കൽപ്പിക്കുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ആ രംഗത്തുള്ള മദ്ലൂം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഇത്തഖിദ് ദഅവത്തൽ മദ്ലൂം, നീ മർദ്ദിതനായ ആളുടെ ദീനരോധനം, തേങ്ങൽ, നിലവിളിയൊന്നും ഒരുപക്ഷെ ഉണ്ടായില്ലെന്ന് വരാം. അത് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം കേട്ടോ. ഫഇന്നഹു ലൈസ ബൈനഹു വബൈനല്ലാഹി ഹിജാബ്, കാരണം അവന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ മറയില്ല. അല്ലാഹു അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. മൂന്നാമത്തെ വൽ ഇമാമുൽ മുഖ്സിതു, നീതി കാണിക്കുന്ന ഭരണാധിപൻ. അപ്പൊ നമുക്കൊക്കെ തോന്നും എല്ലാവരും ഇപ്പൊ അങ്ങനെ ഭരിക്കാൻ പറ്റുമല്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിലുള്ള ഹദീസിൽ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയാ. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി, നിങ്ങളെല്ലാം ഭരണം നടത്തുന്നവരാണ്. തന്റെ കീഴിലുള്ള ഭരണീയരായ ആളുകളെ സംബന്ധിച്ച് നാളെ റബ്ബിന്റെ മുൻപിൽ കൈകെട്ടി നിന്നിട്ട് സമാധാനം പറയേണ്ടി വരും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അർറജുലു, ഒരു പുരുഷൻ, ഒരാൺ തന്റെ വീടിന്റെ മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ഉത്തരവാദിത്വമുള്ളവരാണ്. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഭാര്യ തന്റെ വീട്ടിലുള്ള മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. വൽ ഖാദിമു റാഇയത്തുൻ
സയ്യിദഹ, ഒരു വേലക്കാരൻ, പണിയെടുക്കുന്നവൻ രാവിലെ 9 മണിക്ക് വന്നിട്ട് വൈകുന്നേരം 5 മണി വരെ പോകുന്നതിനിടയിൽ 1100 വേണം, അല്ലെങ്കിൽ 1200 വേണം, 980 വേണം എന്ന് പറഞ്ഞ് വാങ്ങുന്ന ആ കൈനീട്ടുന്ന ഒരുത്തനുണ്ടല്ലോ, മനസ്സിലാക്കണം, 9 മണി മുതൽ 5 മണി വരെ ചെയ്ത നിന്റെ ജോലിക്കിടയിൽ നിന്റെ ഉടമയായിട്ടുള്ളവൻ ഒരു പക്ഷെ വിയർപ്പ് പൊട്ടി ഉണ്ടാക്കിയ ആ ഒരു 1000 രൂപക്ക് അർഹമായ വേതനം ജോലി നീ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് റബ്ബിന്റെ മുമ്പിൽ നാളെ പറ്റിച്ചു, അല്ലെങ്കിൽ സമയം തട്ടിമുട്ടി ചെലവാക്കി 5 മണിയാക്കി എന്നുള്ളതല്ല. ഒരു രാവിലെ പോയിട്ട് 10 മണിക്ക് പോയിട്ട് വൈകുന്നേരം 4 മണി വരെ പണിയെടുത്ത് വരുമ്പോൾ ഒരു മാസം തീരുമ്പോൾ ശമ്പളം എണ്ണിച്ചുട്ടതുപോലെ 1-ാം തീയതി കിട്ടിയില്ലെങ്കിൽ മുറിമുറിപ്പുണ്ടാവും. പക്ഷെ തിരിഞ്ഞൊന്ന് ആലോചിക്കണം, അതിലെ 4 ഞായറാഴ്ച കഴിഞ്ഞ് ബാക്കി വരുന്ന 24 ദിവസം ഞാൻ അധ്വാനിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ആ 3ാമത്തെ തരത്തിലും ഉൾപ്പെടാൻ നമുക്കൊക്കെ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം 3 ഇനം ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും അള്ളാഹുവിന്റെ ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്നവരിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രായാധിക്യമുള്ള ആളുകൾ ആശുപത്രികളിലും വീടുകളിലും കഴിഞ്ഞുകൂടുന്നവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ശിഫ നൽകി രോഗികളായ നമ്മുടെ സഹോദരങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. പ്രായാധിക്യത്തിന്റെ പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ അവശതകളിൽ നിന്നും അല്ലാഹു അവരെ കാത്തുരക്ഷിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള ജീവിതം നയിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്ത് ഉണ്ടാകുന്ന എല്ലാവിധ വേദനയും വെപ്രാളവും മാറ്റിവെച്ച് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമില ഈമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അംബിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സുദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.